അല്ല മിസ്സേ, ബോർഡ് കാണാം, പക്ഷെ ആ എഴുതിയേക്കുന്നൊക്കെ ഇങ്ങനെ എന്തുവാടാ? ബ്ലറായിട്ട് വരുവായിരുന്നു. ഇപ്പൊ പിന്നെ കാണാം, കുഴപ്പമില്ല. ഇപ്പൊ കാണാം മിസ്സേ. കോളേജിന്റെ ഓക്കെ. ലാസ്റ്റ് കാണുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, എഴുതിയോ നിങ്ങള്? മിസ്സേ, ആ പോയിന്റ് ഒന്ന് വായിക്കാം ശരിയാണോ നോക്കാം. ഞാൻ വായിക്കാം. ഓക്കെ, സോ ലിസൺ. ഓപ്പറേറ്റർ പ്രസിഡന്റ് പാസിംഗ്. സോ ഇതില് ഇൻപുട്ട് എന്ന് പറയുന്നത് സ്ട്രിംഗ് W ആൻഡ് ഓപ്പറേറ്റർ പ്രസിഡന്റ് ടേബിൾ. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ട് ഷുഡ് ബി അപ്പൻഡഡ് വിത്ത് $sign at the end. Okay, here IP which represents the input pointer.
ഓക്കെ, ഇൻപുട്ടിനെ പോയിന്റ് ചെയ്യുന്ന പോയിന്ററാണ് ഐ പി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനിഷ്യലൈസ് ദ സ്റ്റാക്ക് വിത്ത് dollar and also input buffer with w dollar, that is string appended with w dollar. Okay, so first step, set ip to point the first symbol of w dollar. Okay, first എന്താ ചെയ്യേണ്ടത്, ഇൻപുട്ടിന്റെ ഫസ്റ്റ് സിമ്പിളിനെ പോയിന്റ് ചെയ്യിപ്പിക്കുക ഐ പി കൊണ്ട്. ഓക്കെ, then step 2, repeat forever. ഓക്കെ, ഇത് പാസ്കലിലുള്ള ഒരു കോഡാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ഫോർ എവർ, ബിഗിൻ അങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, റിപ്പീറ്റ് ഫോർ എവർ. If dollar is on the top of the stack and IP points to dollar, then return, which means എന്താണ്, the input is accepted ആണ്. Okay, if stackലും dollar as well as inputലും dollar ആണെങ്കിൽ it means that the input is accepted by operator president passing. Okay, then next step, step 5. step 5യുടെ മുമ്പായിട്ട് എഴുതിക്കോ else begin. സ്റ്റെപ്പ് 4ഉം 5യുടെ ഇടയ്ക്ക് എൽസ് ബിഗിൻ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ഇഫ് ബോത്ത് ദ വാല്യൂസ് ആർ ഈക്വൽ ടു ഡോളർ ആണെങ്കിൽ ദി സ്ട്രിംഗ് ഇസ് അക്സെപ്റ്റഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഇഫ് എ ഈസ് ഓൺ ദ ടോപ്പ് മോസ്റ്റ്, ഇഫ് എ ബി ദി ടോപ്പ് മോസ്റ്റ് ടെർമിനൽ സിമ്പൽ ഓൺ ദ സ്റ്റാക്ക്, എ ബി ദി ടോപ്പ് മോസ്റ്റ് സിമ്പൽ ഓൺ ദി സ്റ്റാക്ക് ആൻഡ് ബി ബി സിമ്പൽ പോയിന്റഡ് ബൈ ഐ പി. ഓക്കെ, സോ ആ വേരിയബിളിലേക്ക്, ജസ്റ്റ് ഒരു വേരിയബിളിലേക്കാണ് കൊടുക്കുന്നത്. എ എന്ന് പറയുന്ന വേരിയബിൾ എന്താ ഹോൾഡ് ചെയ്യുന്നത്, സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെന്റിനെയും ബി എന്നുള്ള വേരിയബിൾ എന്താ പോയിന്റ് ചെയ്യുന്നത്, ഇൻപുട്ട് പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ടെർമിനലിനെ. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ? ഈ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പില് ഇഫ് എ ലെസ് ദാൻ ബി, ഓക്കെ, ഇഫ് എ ലെസ് ദാൻ ബി ഓർ എ ഈക്വൽ ടു ബി, ദെൻ ബിഗിൻ push B onto the stack. ഓക്കെ, അപ്പം എന്ത് ചെക്ക് ചെയ്യണം, ഈ കണ്ടീഷൻ എവിടെ ചെക്ക് ചെയ്യണം, ഓപ്പറേറ്റർ പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റിൽ ചെക്ക് ചെയ്യുക. ഇഫ് ദ വാല്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ദെൻ ഇൻപുട്ട് പോയിന്ററിലുള്ള ബിനെ ഏതിലോട്ട് പുഷ് ചെയ്യുക, സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്വാൻസ് ദ ഇൻപുട്ട് പോയിന്റർ ടു ദി നെക്സ്റ്റ് സിമ്പിൾ. അത് എട്ടാമത്തെ സ്റ്റെപ്പ് ആണ് അഡ്വാൻസ് IP to next symbol end. അത് കാണുന്നില്ല അല്ലേ, ഈ ഏഴാമത്തെ വരെയാണെന്നുള്ളൂ. പുഷ് ബി ഓൺ ടു സ്റ്റാക്ക് വരെ. പുഷ് ബി ഓൺ ടു ദ സ്റ്റാക്ക്. സ്റ്റെപ്പ് 8ല് അഡ്വാൻസ് ഇൻപുട്ട് IP to next symbol. ഓക്കെ, സോ ഇത്രയും മനസ്സിലായോ? ഫസ്റ്റ് എന്താണ്, ഇഫ് ബോത്ത് ദ വാല്യൂസ്, ഇഫ് ഇൻപുട്ട് പോയിന്റർ ആസ് വെൽ ആസ് എന്താണ് സ്റ്റാക്ക് സിമ്പിൾ ഇസ് ഈക്വൽ ടു ഡോളർ ആണെങ്കിൽ then the parser accept the input string, and if ഇതല്ല കേസ് എങ്കിൽ എന്ത് ചെക്ക് ചെയ്യുക, സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെന്റും ഇൻപുട്ട് പോയിന്റർ പോയിന്റ് ചെയ്യുന്ന എലമെന്റും തമ്മിലുള്ള റിലേഷൻ എവിടെ ചെക്ക് ചെയ്യുക, ഓപ്പറേറ്റർ എട്ടാമത്തെ എന്തുവാ, അഡ്വാൻസ്ഡ് IP to next symbol. Advanced IP to next symbol. Okay. Okay, so ഈ രണ്ട് കേസും, that is A എന്ന് പറയുന്ന വേരിയബിൾ എന്താ represent ചെയ്യുന്നത്, സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെന്റ്, and B which represents the symbol which is pointed by IP. Now check the relationship between A and B in the operator precedence table. If it is less than or equal to ആണ് സിമ്പിൾ കിട്ടുന്നതെങ്കിൽ then എന്ത് ചെയ്യുക, push the value B onto the stack. അതായത് ഇൻപുട്ട് പോയിന്റർ പോയിന്റ് ചെയ്യുന്ന എലമെന്റിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുക, push that element onto the stack. Okay, then advance the input pointer to the next element. Okay, ഇതാണ് സ്റ്റെപ്പ് 8 വരെ എഴുതിയിട്ടുള്ളത്. Okay, so take the next step. Else if ഇത് അല്ലെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കും, A may be greater than B. Okay, so 9th step, else if A greater than B, then A greater than B ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ എന്താ ചെയ്യുന്നത്, റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് എഴുതിക്കോ, ഒരു ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചോ, റെഡ്യൂസ്. Okay, step 8 repeat, step 10 repeat. Step 11 pop the stack. Pop the stack. Step 12
until the stack terminal is related by മിസ്സേ 10 കഴിഞ്ഞിട്ട് 11 11 pop the stack. 11 pop the stack. 12 until the stack terminal is related by less than to the terminal most recently pushed. Step number 13, else error. എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, സോ ഇതില് ഇനിഷ്യലി എന്താണ് ഇൻപുട്ട് പോയിന്റർ IP ആണ്. IP points to the first symbol on the stack ആണ്. Sorry, first symbol on the input. Okay, so let's consider an example. Okay, ഇന്നലെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നല്ലോ, ഇതായിരുന്നു ഇൻപുട്ട്. ഇന്നത്തെ ക്വസ്റ്റ്യന്റെ കൂടെ ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ID star ID plus ID എന്താണ്? ഓപ്പണിംഗ് ബ്രാക്കറ്റ് ID. അതെ. ഇൻപുട്ട് ആക്ഷൻ അധികം സ്പേസ് കിട്ടും. ഇൻപുട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വി നീഡ് ടു ഇനിഷ്യലൈസ് ദ സ്റ്റാക്ക് വിത്ത് ഡോളർ ആൻഡ് ഇൻപുട്ട് by ID star opening bracket ID plus ID closing bracket, which must be ended with the simple dollar. Okay, now condition first എന്താണ്? if the stack ടോപ്പിലുള്ള എലമെന്റും as well as the input is dollar ആണെങ്കിൽ പാസ് accept. അത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, സോ അതിന്റെ ബാക്കിയുള്ള സ്റ്റെപ്പിൽ എന്താ ചെക്ക് ചെയ്യേണ്ടത്? സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെന്റും ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻ ചെക്ക് ചെയ്യണം. വി നീഡ് ടു ചെക്ക് ദ റിലേഷൻ ബിറ്റ്വീൻ ഏത് ഓപ്പറേറ്റേഴ്സ് ആണ് എലമെന്റ് വിച്ച് ഇസ് പ്രസന്റ് ഓൺ ദ സ്റ്റാക്ക് വേഴ്സസ് ദ എലമെന്റ് വിച്ച് ഇസ് പോയിന്റഡ് ബൈ ദി ഇൻപുട്ട് പോയിന്റർ IP. ഓക്കെ, സോ ഇതിനെ വേരിയബിൾ എയിലും ഇതിനെ വേരിയബിൾ ബിയിലും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പഠിച്ചാലും മതി, ഇല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കിയാലും മതി. ഓക്കെ, സോ നൗ വി നീഡ് ടു ചെക്ക് എന്താണ് സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെന്റും ഇൻപുട്ട് പോയിന്റ് ചെയ്യുന്ന എലമെന്റ് ടെർമിനലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എവിടെ നോക്കണം? വി നീഡ് ടു ചെക്ക് ദ റിലേഷൻഷിപ്പ് ഫ്രം ദി ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ. ഓക്കെ, സോ ചെക്ക് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡോളർ ആൻഡ് ID. ഡോളർ ആൻഡ് ID എന്താണ്? വാട്ട്സ് ദ റിലേഷൻ? ടേബിൾ നോക്കിയിട്ടൊന്ന് പറയാമോ? ഡോളറിന് പ്രസിഡൻസ് കുറവാണെന്നാണോ? അല്ല, നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഡോളർ വേഴ്സസ് IDയുടെ റിലേഷൻ ടേബിളിൽ നോക്കിയിട്ട് പറയാം. റോയില് ഡോളറും കോളത്തിലെ ID നോക്കാം. ടേബിൾ ഒരെണ്ണം വെച്ചിട്ടില്ലേ, അതിൽ എന്താ നോക്കേണ്ടത്? ക്ലിയർ ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഐഡിക്ക് കൂടുതൽ പ്രസിഡൻസ് ഒന്നുള്ളതല്ലേ? അല്ല, നിങ്ങൾ നോക്കണ്ട, റൂൾ ഒന്നും നോക്കണ്ട. ടേബിളിൽ നമ്മൾ റൂൾ വെച്ചിട്ടല്ലേ വരച്ചിട്ടുള്ളേ. ടേബിൾ റെഫർ ചെയ്ത് പറഞ്ഞു. ID ഗ്രേറ്റർ ദാൻ ഡോളർ. ID ഗ്രേറ്റർ ആണോ? എടാ, ഏതാ നോക്കട്ടെ, നോക്ക്. ഡോളർ റോല് ഡോളർ നോക്ക്, കോളത്തിലെ ഡോളർ ലെസ് ദാൻ. ആ
ടേബിളില് ജസ്റ്റ് എന്ത് റെഫർ ചെയ്താൽ മതി, റോയില് ഡോളറും കോളത്തിൽ ഐഡിയും റെഫർ ചെയ്യാം. ഓക്കെ, റിലേഷൻ എപ്പോഴും എങ്ങനെയാ നോക്കേണ്ടത്, റോ വേഴ്സസ് കോളം ആണ് നോക്കേണ്ടത്. ഓക്കെ, സോ ആ റിലേഷൻ എന്താണ്, ഇറ്റ് ഇസ് ലെസ് ദാൻ അല്ലേ? ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ഇത് ഈ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, സോ ഇത് റെഫർ ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഇസ് ലെസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ആണെങ്കിൽ എന്താണ് അൽഗോരിതത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ, ഇഫ് എ ലെസ് ദാൻ ഓർ എ ഈക്വൽ ടു ബി ആണെങ്കിൽ പുഷ് ഏതിനെ പുഷ് ചെയ്യാം. സോ ഒന്നിൽ ഇവിടെ പുഷ് എന്ന് എഴുതാം അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്ന് എഴുതാം അല്ലെ? എന്താ വേണ്ട? പുഷ് എന്ന് എഴുതാം അല്ലെങ്കിൽ പുഷ്. ഏത് പുഷ് ചെയ്യാം? ഐഡിനെ പുഷ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റാക്കിൽ അപ്പൊ എന്തായിരിക്കും വരുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പില് $id സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ദെൻ എന്ത് ചെയ്യണം? we need to advance the input pointer to the next symbol. So stack inputൽ എന്തായിരിക്കും സിമ്പിൾ ഉണ്ടാവുക? ഓക്കെ, ഈ പോയിന്റ് ക്ലിയർ ആണോ? അത് ഓക്കെ. Now what is the next step? ഇനിയിപ്പോ ഐഡി എന്നുള്ള റോയും സ്റ്റാറിന്റെ കോളം അല്ലേ നോക്കുന്നത്? അതെ. Now we need to check എന്താണ് ഐഡി വേഴ്സസ് സ്റ്റാറിന്റെ റിലേഷൻഷിപ്പ് നോക്കുക. എപ്പോഴും റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ we need to refer ഐഡി എന്ന് പറയുന്നത് റോയും സ്റ്റാർ എന്ന് പറയുന്നത് കോളത്തിലും ഉള്ള റിലേഷൻഷിപ്പ് എന്താന്നുള്ളത് നോക്കുക. What's the relation? ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഗ്രേറ്റർ ആണ്. ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പീറ്റ് സ്റ്റെപ്പ് 2 അല്ല, റിപ്പീറ്റ് സ്റ്റെപ്പ് 11. അപ്പോൾ പോപ്പ് ദ സ്റ്റാക്ക് അൺടിൽ എന്താണ് ഒരു റിലേഷൻ, അതായത് എങ്ങനെ ഐഡിയെ പോപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് അതിന് മുമ്പത്തെ ലെസ് ദാൻ സിമ്പിൾ എന്താന്നുള്ളത് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? പോപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ മുമ്പത്തെ ലെസ് ദാൻ സിമ്പിൾ, അതായത് ലെസ് ദാൻ id then greater than star, അങ്ങനെയല്ലേ വരുന്നത്? ഈ രണ്ടും കൂടെ ഒരുമിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ അത് ലെസ് ദാൻ സിമ്പിൾ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത് നോക്കിയിട്ട് വേണം എന്തിനെ പോപ്പ് ചെയ്യാൻ, ആ ഐഡിനെ പോപ്പ് ചെയ്യാൻ. ക്ലിയർ? ക്ലിയർ? റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ ലിസൺ. ഇപ്പൊ ശരിക്കും എന്താണ്? ഇതാണ് നമുക്ക് കിട്ടിയ റിലേഷൻ, അതായത് ഐഡി ഗ്രേറ്റർ ദാൻ സ്റ്റാർ ആണ്. ഓക്കെ, സോ അതിന്റെ മുമ്പത്തെ റിലേഷൻ എവിടെങ്കിലും ഈ ഐഡി പുഷ് ചെയ്യുമ്പോൾ ഒരു റിലേഷൻ ഉണ്ടാവും അല്ലെ? സോ ആ റിലേഷൻ എടുക്കുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് ലെസ് ദാൻ ഐഡി. നൗ ഇപ്പൊ കിട്ടിയത് എന്താണ്? ഐഡി ഗ്രേറ്റർ ദാൻ ആണ്. പോപ്പിംഗ് നടക്കുമ്പോ ആ എലമെന്റ് മസ്റ്റ് ബി ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കണം? ഒരു ലെസ് ദാൻ സിമ്പിളും ഗ്രേറ്റർ ദാൻ സിമ്പിളിന്റെ ഇടയ്ക്കായിരിക്കും വരുന്നത്. മനസ്സിലായോ? അങ്ങനെ ചെയ്തിട്ട് പിന്നെന്താ ചെയ്യുന്നത്? അല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആ പോയിന്റിൽ, അതായത് നമ്മുടെ അൽഗോരിതത്തിൽ അതാണ് എഴുതിയിട്ടുള്ളത്. until the stack terminal is related by a less than symbol to the terminal most recently pushed. ഓക്കെ, ഏത് എലമെന്റ് പോപ്പ് ചെയ്യണം എന്ന് അറിയണമല്ലോ നമുക്ക്. അപ്പം ഏത് എലമെന്റ് പോപ്പ് ചെയ്യും? അതിന്റെ മുമ്പത്തെ സ്റ്റെപ്പില് എവിടെങ്കിലും ലെസ് ദാൻ സിമ്പിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു എലമെന്റ് പുഷ് ചെയ്തിട്ടുണ്ടാവും. ആ എലമെന്റിനെ വേണം പോപ്പ് ചെയ്യാൻ. ഓക്കെ, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. മനസ്സിലൊരു സ്റ്റാക്ക് ഇവിടെ ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്താണ്? സ്റ്റാക്കിൽ ഡോളർ ഉണ്ട്, ഐഡി ഉണ്ട്. ഈ സ്റ്റെപ്പ് വരുമ്പോൾ എന്താണ്? ഐഡിനെ പോപ്പ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ? സ്റ്റാക്കിലുള്ളതിനെ പോപ്പ് ചെയ്തു. സ്റ്റാക്കിലുള്ളത് പോപ്പ് ചെയ്തു. ഓക്കെ, സോ കണ്ടീഷൻ ഇതാ പറയുന്നത്, അതായത് ഒരു എലമെന്റ് പോപ്പ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ സൈൻ വരുമ്പോഴായിരിക്കും നമ്മൾ പോപ്പ് ചെയ്യുക. ബട്ട് അതിനെ പുഷ് ചെയ്യുമ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് എന്താണ്? അതിന്റെ റീസെന്റ് ഉള്ള എലമെന്റ് എങ്ങനെയായിരിക്കും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഒരു ലെസ് ദാൻ സിമ്പിൾ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. പുഷ് ചെയ്യുമ്പോൾ എപ്പോഴും ലെസ് ദാൻ ആയിരിക്കും. അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുമ്പോഴായിരിക്കും അതിനെ പോപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു രണ്ട് കണ്ടീഷൻ അടുപ്പിച്ച് വരുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ എലമെന്റിനെ പോപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് അൽഗോരിതത്തിന്റെ ഉള്ള എക്സ്പ്ലനേഷൻ ആണ്. വേറെ ഒന്നും ആലോചിക്കേണ്ട. ഫസ്റ്റ് എന്താണ്? ഇനിഷ്യലി സ്റ്റാക്കിനെ
ഡോളർ കൊണ്ട് ഇനിഷ്യലൈസ് ചെയ്യുക. ഇൻപുട്ടിനെ ഡോളർ കൊണ്ട് എന്താണ് അപ്പൻ ഡോളർ സൈൻ അറ്റ് ദി എൻഡ്. ഓക്കെ, നൗ വി നീഡ് ടു ചെക്ക് എന്താണ് the precedence between the element which is present on the top of the stack versus the input element which is pointed by the input pointer ip. Okay, so adine evada nokka, we need to refer the operator precedence table. Okay, precedence table refer ചെയ്യുമ്പോൾ എന്താണ്, it is stack ടോപ്പിലുള്ള എലമെന്റിനെ റോയിലും ഇൻപുട്ട് എലമെന്റിനെ കോളത്തിലും നോക്കുക. ഓക്കെ, നോക്കുമ്പോൾ എന്താണ് പ്രസിഡൻസ് ഉള്ളത് നോക്കുക. ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ പുഷ് ദ എലമെന്റ്, പുഷ് എന്താണ് ഇൻപുട്ട് പോയിന്റർ പോയിന്റ് ചെയ്യുന്ന എലമെന്റിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുക. ഓക്കെ, ആൻഡ് അഡ്വാൻസ് ദ ഇൻപുട്ട് പോയിന്റർ ടു ദി നെക്സ്റ്റ് എലമെന്റ്, അഡ്വാൻസ് ദ ഇൻപുട്ട് പോയിന്റർ ടു പോയിന്റ് ദി നെക്സ്റ്റ് സിമ്പിൾ. ഓക്കെ, സോ ഇഫ് ദി റിലേഷൻഷിപ്പ് ഇസ് ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പൊ സ്റ്റാക്കിൽ ടോപ്പിലുള്ള എലമെന്റ് എന്താണോ അതിനെ പോപ്പ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഇപ്പൊ സ്റ്റാക്കിലുള്ള എലമെന്റ് എന്താണ്, ഐ ഡി ആണ്. അപ്പൊ എന്ത് കോപ്പി ചെയ്യാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് സ്റ്റാക്ക് ടോപ്പിലുള്ളത് എന്നുള്ളത്. അപ്പൊ അതിനെ കോപ്പി ചെയ്യാം, പോപ്പ് ഐ ഡി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് എഴുതാം, ഐ ഡി പോപ്പ് ചെയ്തു. ദ റിമൈനിങ് എലമെന്റ്സ് ആർ സെയിം. ഓക്കെ, നൗ ഇവിടെ വീണ്ടും റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യണം. എന്താ റിലേഷൻഷിപ്പ്? ഡോളറും സ്റ്റാറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ലെസ് ആണ്. ലെസ് ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? പുഷ് ചെയ്യാം. പുഷ് ഏതിനെ പുഷ് ചെയ്യണം? സ്റ്റാറിനെ. സോ ഇറ്റ് ബിക്കംസ് എന്താണ്? ഡോളർ. ദെൻ ഇവിടെ വരുമ്പോ എന്താണ്? പുഷ് ചെയ്യുമ്പോ എപ്പോഴും ഇൻപുട്ടില് ഇൻപുട്ട് പോയിന്റ് ടു നെക്സ്റ്റ് സിമ്പിൾ. ഈ നെക്സ്റ്റ് സിമ്പിൾ എന്ന് അറിയാൻ ഇങ്ങനെ പോയിന്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് അതിനെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സിമ്പിൾസ് നമ്മൾ എഴുതണം. ഓക്കെ, ഓക്കെ, ദിസ് ഇസ് ക്ലിയർ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ? അതെ മിസ്സേ, ക്ലിയർ ആണ്. അഞ്ജലി മിസ്സേ, വാട്ട്സ് നെക്സ്റ്റ്? അടുത്തത് സ്റ്റാറും ഐഡിയും കൂടെ നോക്കൂ. സ്റ്റാറും ഐ ഡി ആണോ നോക്കുന്നത്? ഓപ്പണിംഗ് ബ്രാക്കറ്റ്. സ്റ്റാറും ഓപ്പണിംഗ് ബ്രാക്കറ്റും റിലേഷൻ എന്താണ്? നോക്കുമ്പോ ലെസ് ദാൻ. ലെസ് ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? പുഷ് ചെയ്യണം. ഏതിനെ? ഇതിനെ, ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഓക്കെ, പുഷ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്. സോ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? ഡോളർ സ്റ്റാർ ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഇവിടെ വരുമ്പോ ഐ ഡി പ്ലസ് ഐ ഡി ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ആൻഡോ. മിസ്, വാട്ട്സ് നെക്സ്റ്റ്? ഐഡി ഐഡി ഗ്രേറ്റർ എന്താ നോക്കേണ്ടത് ആദ്യം പറ. റിലേഷൻ ആദ്യം എന്താ നോക്കണ്ടേ? സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെന്റ് വേഴ്സസ് ഇൻപുട്ടിൽ ഇപ്പൊ പോയിന്റ് ചെയ്യുന്ന എലമെന്റ്. അപ്പൊ എന്താ ഐഡിയും ഓപ്പണിംഗ് ബ്രാക്കറ്റും കൂടെ കമ്പയർ ചെയ്യാം. ഓർഡർ മാറിക്കഴിഞ്ഞാൽ തെറ്റിപ്പോവേ. ഐഡിയും ഓപ്പണിംഗ് ബ്രാക്കറ്റും ആണോ? അല്ല, ഓപ്പണിംഗ് ബ്രാക്കറ്റും ഐഡിയും. ഓർഡർ മാറരുത്, മനസ്സിലായ? ഓർഡർ മാറിക്കഴിഞ്ഞാൽ മൊത്തത്തില് ചെക്ക് ചെയ്യുമ്പോ തെറ്റിപ്പോവും. ഓക്കെ, നോ ഓപ്പണിംഗ് ബ്രാക്കറ്റും ഐഡിയുടെ റിലേഷൻ എന്താണ്? ലെസ് ദാൻ. ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഐഡി പുഷ് ചെയ്യണം. പുഷ് ഐഡി. Okay, now it becomes dollar star opening bracket id. ഇവിടെ അവിടെ പ്ലസ് id ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ. ഓക്കെ, നെക്സ്റ്റ് വിഷ്ണുപ്രിയ. മിസ്സേ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ?
നെക്സ്റ്റ് സ്റ്റെപ്പ് ഐഡിയും പ്ലസും കൂടെ നോക്കണം. ഐഡിയും പ്ലസ് ഐഡിയും പ്ലസും തമ്മിലുള്ള റിലേഷൻ ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ആണ്. ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം? പോപ്പ് ചെയ്യണം. പോപ്പ് ചെയ്യണം. ഏതിനെ പോപ്പ് ചെയ്യണം? പ്ലസിന്. പ്ലസിനെയാ? അല്ല അല്ലേ? ആ സ്റ്റാക്കിലുള്ള എലമെന്റ് അല്ലേ പോപ്പ് ചെയ്യേണ്ടത്? അതെ ഐഡി. ഐഡി. അപ്പം പോപ്പ് ഐഡി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോ എന്തായിരിക്കും വരുന്നത്? ഡോളർ സ്റ്റാർ ഓപ്പണിംഗ് ബ്രാക്കറ്റ്. പിന്നെ ഇവിടെ അവിടെ വരുമ്പോ അത് തന്നെ പ്ലസ് ഐഡി. പ്ലസ് ഐഡി. അവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മള്. ഓക്കെ, നെക്സ്റ്റ് സാന്ദ്ര. ഹലോ സർ. സർ ഇനി അടുത്ത ഓപ്പണിംഗ് ബ്രാക്കറ്റും പ്ലസും കൂടെ നോക്കും. ഓപ്പണിംഗ് ബ്രാക്കറ്റും പ്ലസ്. അപ്പൊ ലെസ് അല്ലേ? ലെസ് ആണെങ്കിൽ പുഷ് ചെയ്യും, പ്ലസിനെ പുഷ് ചെയ്യും. എന്താണ്? ഡോളർ സ്റ്റാർ ഓപ്പണിംഗ് ബ്രാക്കറ്റ് പ്ലസ്. അവിടെ വരുമ്പോ ഐഡി ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ. ഓക്കെ, നെക്സ്റ്റ് ജോസ്മി. ജോസ്മി മെർലിൻ. ഹലോ മിസ്, കേൾക്കാവോ? പറഞ്ഞു. മിസ് അടുത്തത് പ്ലസിനെയും ഐഡിയയിലും വെച്ച് പ്ലസിനെ ഐഡിയ വെച്ച് നോക്കുകയാണെങ്കിലും ലെസ് ദാൻ സിമ്പിൾ ആണ്. ആണെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാർ ആണെങ്കിൽ പുഷ് ചെയ്യണം. ഏതിനെ? ഐഡിയനെ. ഓക്കെ, നെക്സ്റ്റ്. അപ്പം സ്റ്റാക്കിൽ സ്റ്റാർ ഓപ്പണിംഗ് ബ്രാക്കറ്റ് പ്ലസ് ഐഡി. ഓക്കെ, ഇവിടെ ഇൻപുട്ടില് ക്ലോസിംഗ് ബ്രാക്കറ്റും ഡോളർ. ഓക്കെ, ഓക്കെ. മറിയ. നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഗ്രേറ്റർ ദാൻ ഡോളർ. ക്ലോസിംഗ് ബ്രാക്കറ്റ് ഗ്രേറ്റർ ദാൻ ഡോളർ ആണോ ചെക്ക് ചെയ്യേണ്ടത്? സോറി മിസ്, ഐഡി ആയിട്ട് ഐഡിയും ക്ലോസിംഗ് ബ്രാക്കറ്റ് റിലേഷൻഷിപ്പ് അവിടെ ക്രോസ് ആണ് മിസ്റ്റേക്ക് ആയിട്ടുള്ളത്. ഈക്വൽ ആണ്. ഐഡിയും ക്ലോസിംഗ് ബ്രാക്കറ്റും ഐഡിയും ക്ലോസിംഗ് ബ്രാക്കറ്റ് ക്രോസ് ആണോ? ഐഡിയും ഓപ്പണിംഗ് ബ്രാക്കറ്റും ആണ് ക്രോസ്. ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ എന്ത് കോപ്പി ചെയ്യും? ഐഡി കോപ്പി ചെയ്യും. ഐഡി കോപ്പി ചെയ്യേണ്ട എലമെന്റ് സ്റ്റാക്കിലുള്ള ടോപ്പ് എലമെന്റ് നോക്കിയിട്ട് വേണം കോപ്പി ചെയ്യണം കേട്ടോ. ഓക്കെ, സോ വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? മേളിലേക്ക് എഴുതാം. ഓക്കെ, നൗ പറയാ സ്റ്റാക്കിലെ ടോപ്പിൽ എന്തായിരിക്കും വരുന്നത്? സ്റ്റാക്കിലുള്ള എലമെന്റ് ഡോളർ സ്റ്റാർ, പിന്നെ ഓപ്പൺ ബ്രാക്കറ്റ് പ്ലസ്
ക്ലോസിംഗ് ബ്രാക്കറ്റ് അല്ല ക്ലോസിംഗ് Closing ബ്രാക്കറ്റ് bracket. അപ്പുറത്ത് ഇൻപുട്ടിന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ ഡോളർ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ജീവൻ ജീവൻ കൃഷ്ണരാജ് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് പ്ലസും ക്ലോസിംഗ് ബ്രാക്കറ്റ്. പ്ലസും ക്ലോസിംഗ് ബ്രാക്കറ്റും. റിലേഷൻ എന്താണ്? ഗ്രേറ്റർ കോപ്പി ഏതിനെ കോപ്പി പ്ലസ് become dollar എവിടെ പോയിടാ? ഡോളർ സ്റ്റാർ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ഇവിടെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആൻഡ് ഓക്കെ. ജോസ്ഫിൻ ഇനി ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഇക്വലാണ്. ഓപ്പണിംഗ് ബ്രാക്കറ്റ് എങ്ങനെയാ റിലേഷൻ? ഇക്വലാണ്. ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിലും എന്ത് ചെയ്യണം? പുഷ് ചെയ്യണം. ഏതിനെ? നമ്മൾ ക്ലോസിംഗ് ബ്രാക്കറ്റ്. Closing bracket. So the stack becomes dollar സ്റ്റാർ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. okay. Input ഡോളർ മാത്രമേ. dollar. Okay. Akhil ആരും പറഞ്ഞു. അത് ക്ലോസിംഗ് ബ്രാക്കറ്റും ഡോളറും. ക്ലോസിംഗ് ബ്രാക്കറ്റും ഡോളർ. വാട്ട്സ് റിലേഷൻ? ഗ്രേറ്റർ ആണെങ്കിൽ ഓഫ് ചെയ്യണം. ഏതിനെ? ക്ലോസിംഗ് ബ്രാക്കറ്റ്. So it becomes dollar സ്റ്റാർ ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഡോളർ തന്നെ. ഇവിടെ ഡോളർ. ഓക്കെ. ശ്രീ പ്രസാദ് okay. What's the next step? ഈ മറ്റേ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഡോളറും കൂടെ നോക്കണം. Opening bracket and dollar. What's the relation? Opening bracket and dollar. What's the relation? Relation table വരച്ചിട്ടുണ്ടോ? ഗ്രേറ്റർ. Greater. ഗ്രേറ്റർ. Greater ആണെങ്കിൽ Greater ആണെങ്കിൽ പോപ്പ് ചെയ്യണം. പോപ്പ്. ഏതിനെ പോപ്പ് ചെയ്യണം? ഓപ്പണിംഗ് ബ്രാക്കറ്റ്. Opening bracket. So it becomes dollar star here dollar again. Okay. Next.
അപർണ ഡി. മാധർ. സ്റ്റാറും ഡോളറും ഉണ്ട്. സ്റ്റാർ ആൻഡ് ഡോളർ. വാട്ട്സ് ദ റിലേഷൻ? ഗ്രേറ്റർ ദാൻ. അപ്പം എന്ത് ചെയ്യാം? പോപ്പ് സ്റ്റാർ. So it becomes എന്താണ്? ഡോളർ. So this is our first condition എന്താണ്? If the stack topple dollar as well as input also points to the symbol dollar ആണെങ്കിൽ then return നമ്മൾ എഴുതിയിട്ടുണ്ട്. Return means എന്ത് ചെയ്യാം? Accept that input and return. Okay. So this is how എന്ത് perform ചെയ്യാം? Operator precedence parser work ചെയ്യാം. Okay. Is it clear? ക്ലിയർ ആണ്. ഓക്കെ, നമുക്കൊരു ചെറിയ ടേബിൾ ഒന്ന് ഡിസൈൻ ചെയ്യാം. നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യാം. മറ്റൊരു ടേബിൾ റെഫർ ചെയ്യണ്ട. ഇന്നലെ അതിന് മുമ്പായിട്ട് ഇന്നലെ അർജുന ഒരു കാര്യം ചോദിച്ചായിരുന്നല്ലോ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ പ്രസിഡൻസ്, അതായത് ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ, സോ നോട്ടിനാണ് ഹയർ പ്രസിഡൻസ്. ഓക്കെ, നോട്ടിനാണ് ഹയർ പ്രസിഡൻസ്. ആൻഡ് അടുത്ത പ്രസിഡൻസ്, അടുത്തത് ഏതാണ്? ഓറിനാണ് പ്രസിഡൻസ്. ഓക്കെ, അസോസിയേറ്റിവിറ്റി നോക്കുവാണെങ്കിൽ നോട്ട് ഇസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. സോ റൈറ്റ് അസോസിയേറ്റീവ് ആണ്. ഇത് രണ്ടും എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് ഇവാലുവേഷൻ ആണ്. സോ ഇറ്റ് ഇസ് ലെഫ്റ്റ് അസോസിയേറ്റീവ്. ഓക്കെ, ഞാൻ ആ ടേബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, ഒന്ന് നോക്കാം. നമ്മുടെ സിയുടെ തന്നെ ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ. ഓക്കെ, ബുക്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാവും. ആൻസിസിയുടെ ബുക്കിൽ ഈ ടേബിൾ as well as എന്താണ് പ്രസിഡൻസ് as well as അസോസിയേറ്റിവിറ്റി ഉള്ള ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, അത് തന്നെയാണുള്ളത്. അത് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ നൗ ഡിസൈൻ an operator precedent parser for the grammar. E derives E plus E, E star E, E exponents E and ID. ഓക്കെ, നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ബട്ട് ഇങ്ങനെ ഒരു ഗ്രാമർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ടേബിൾ എന്തായിരിക്കണം? ഈ സെയിം ടേബിൾ ആവശ്യമില്ല. ഇത്രയും വലിയ ടേബിൾ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റഡ് ഏത് മാത്രം എടുത്താൽ മതി? ടേബിളില് പ്ലസ്, സ്റ്റാർ, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, സോറി എക്സ്പോണൻഷ്യൽ, ID ആൻഡ് ഡോളർ. പക്ഷെ അപ്പൊ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഇല്ലെന്നല്ലേ ഉള്ളൂ? അതെ, പ്ലസ് മൈനസ് ഒന്നുമില്ല. അപ്പം എങ്ങനെയാണോ ഓപ്പറേറ്റർ ഗ്രാമർ തരുന്നത്, ആ ഗ്രാമറിലുള്ള ഓപ്പറേറ്റേഴ്സിനുള്ള എന്ത് ഡിസൈൻ ചെയ്താൽ മതി? ടേബിൾ ഡിസൈൻ ചെയ്താൽ മതി. അപ്പോഴും ഇത്രയും വലിയ ടേബിൾ ഡിസൈൻ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അപ്പം പ്ലസും സ്റ്റാറും എക്സ്പോണൻഷ്യൽ, ID, ഡോളർ. അപ്പൊ നമുക്ക് സിമ്പിൾ ആണ്. എന്ത് ആദ്യം ഫിൽ ചെയ്യാം? ഡോളറിന്റെ പ്രസിഡൻസ് വെച്ച് ആദ്യം ഫിൽ ചെയ്യാം. ഡോളർ ഹാസ് ഏറ്റവും ലെസ് പ്രസിഡൻസ് കമ്പയർഡ് ടു എനി അതർ ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡോളർ ലെസ് ദാൻ എനി അതർ ഓപ്പറേറ്റർ അല്ലെ? അപ്പം ഈ റോ ഫിൽ ചെയ്തു. ഇനി ഈ കോളം എങ്ങനെ ഫിൽ ചെയ്യാം? എനി അതർ ഓപ്പറേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡോളർ ആയിരിക്കും അല്ലെ? അപ്പം ഇവിടെ ഗ്രേറ്റർ ദാൻ. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അതുപോലെ ഐഡിയുടെ ഒന്ന് ഫിൽ ചെയ്തേ. ID ഹാസ് ഹയർ പ്രസിഡൻസ് ദാൻ എനി അതർ ഓപ്പറേറ്റർ. അപ്പം ID വേഴ്സസ് പ്ലസ് ആണെങ്കിൽ ഗ്രേറ്റർ ആണ്. ID സ്റ്റാർ എനി അതർ ഓപ്പറേറ്ററിനെക്കാട്ടിലും ID ഗ്രേറ്റർ ആണ്. ബട്ട് ID ആൻഡ് IDക്ക് പ്രസിഡൻസ് ഉണ്ടോ? ID ആൻഡ് IDക്ക് പ്രസിഡൻസ് ഉണ്ടോ? മറ്റേ ക്രോസ് സിംബൽ ഇല്ല. അതെ, ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ് ആണ്. അതായത് ഒരിക്കലും ഇങ്ങനെ ഒരു ഇത് വരില്ല. ദാറ്റ് ഈസ് ID ഒരു പെർട്ടിക്കുലർ എന്ത് വരില്ല, ഇൻപുട്ട് വരില്ല. റീസൺ അത് ID എന്ന് ഒരു ഇൻപുട്ട് വരുവാണെങ്കിൽ അത് എന്താണ്?
ഇതിന്റെ ഇടയിൽ എന്താണെങ്കിലും ഒരു ഓപ്പറേറ്റർ ഡിഫൈൻഡ് ആയിരിക്കണം. ഓപ്പറേറ്റർ ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? നോർമൽ കേസിൽ ഐ ഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ID ഇൻറ്റു ID എന്ന് നമ്മൾ പറയും. ബട്ട് ഇവിടെ ഐ ഡി ഇങ്ങനെ ഐ ഡി എന്ന് കൊടുക്കാൻ പറ്റില്ല. ഇൻറ്റു ആണെങ്കിൽ ഇൻറ്റു, അല്ലെങ്കിൽ പ്ലസ് ആണെങ്കിൽ ഒരു സിമ്പിൾ അവിടെ അതിന്റെ ഇടയിൽ മസ്റ്റ് ആയിട്ട് വേണം. ഓക്കെ, അപ്പം ID ആൻഡ് ID എന്ന് കൊടുക്കുവാണെങ്കിൽ അതിന്റെ പ്രസിഡൻസ് ഡിഫൈൻഡ് അല്ല. സോറി, അതിന്റെ റിലേഷൻഷിപ്പ് എന്താണ്? അൺഡിഫൈൻഡ് ആണ്. ഓക്കെ, സോ അപ്പം ഈ റോ ഫില്ല് ചെയ്തു. ഇനി ഈ കോളം എങ്ങനെയാ ഫില്ല് ചെയ്യാം? പ്ലസ് കോമ പ്ലസ് വേഴ്സസ് ID എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ID ഹാസ് ഗ്രേറ്റർ പ്രസിഡൻസ് ആണ്. അല്ലേ? ഏതാണ് സർ? ID ഹാസ് ഗ്രേറ്റർ പ്രസിഡൻസ് അല്ലേ? അതെ. അപ്പൊ ഈ കോളം എങ്ങനെയാ ഫില്ല് ചെയ്യാം? അപ്പം ഐഡിയും വരുമ്പോ അവിടെ അല്ല എക്സ്പോണന്റ് അല്ലേ മിസ്സേ പറയുന്നത്? അല്ല, പ്ലസ് കോമ ID. ഐഡിയുടെ അപ്പൊ ഐഡിയുടെ അങ്ങോട്ട് ഗ്രേറ്റർ താൻ ആയിട്ടിരിക്കും. ഐഡിയുടെ അങ്ങോട്ട് ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഓക്കെ. സോ ഇത് ഫില്ല് ചെയ്യുന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ശരിക്കും ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ ആണ്. സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നതും പോപ്പ് ചെയ്യുന്നതും അതും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് എന്താ അറിഞ്ഞിരിക്കണം? ഈ ടേബിൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. ടേബിൾ ഫില്ല് ചെയ്യാണ്ട് നമുക്ക് ഇത് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നൗ കമ്പയർ എന്താണ്? ബാക്കി 3 ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? പ്ലസ്, സ്റ്റാർ ആൻഡ് എക്സ്പോണൻഷ്യൽ. ഓക്കെ, സോ ഇതില് വിച്ച് ഹാസ് ഹയർ പ്രസിഡൻസ്? എക്സ്പോണൻഷ്യലിനാണ് ഹയർ പ്രസിഡൻസ് അല്ലെ? അപ്പം എക്സ്പോണൻഷ്യൽ വേഴ്സസ് പ്ലസ് നോക്കുമ്പോ എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആണ് അല്ലെ? ഈ നോക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? അതായത് എക്സ്പോണൻഷ്യൽ വേഴ്സസ് പ്ലസ്, അപ്പം എക്സ്പോണൻഷ്യലിനാണ് ഗ്രേറ്റർ പ്രസിഡൻസ്. എക്സ്പോണൻഷ്യൽ വേഴ്സസ് സ്റ്റാർ, അതിനാണ് ഗ്രേറ്റർ പ്രസിഡൻസ്. ഓക്കെ, ദെൻ ഇപ്പുറത്ത് വരുമ്പോ എങ്ങനെയാ ഫില്ല് ചെയ്യേണ്ടത്? പ്ലസ് വേഴ്സസ് എക്സ്പോണൻഷ്യൽ ആണ്. അപ്പൊ പ്ലസിന് ലെസ് പ്രസിഡൻസ് ആണ്. ആർക്കാ കൂടുതൽ? എക്സ്പോണൻഷ്യൽ. അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോ ഇറ്റ് ഈസ് ലെസ് ആണ്. ഓക്കെ, ഇനി അതേ സമയത്ത് എക്സ്പോണൻഷ്യൽ വേഴ്സസ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം പ്രസിഡൻസ് ആണ്. സെയിം പ്രസിഡൻസ് ആണെങ്കിൽ എന്ത് റെഫർ ചെയ്യണം? We need to refer associativity of the operator. So what about the associativity of exponential operator? Exponential right associative. So right associative ആണെങ്കിൽ how do you relate these two operators? Less than. By using less than. So it is less than. Okay, now ബാക്കി portions ഇത് fill ചെയ്യാം. Plus similarly star ഉം plus ഉം which has higher precedence? Star no sir. Star has higher precedence, so we can mark this as greater. And here അല്ല ഇത് fill ചെയ്യാം. Plus ഉം star ഉം attached less ആണ്. Okay, then star and star same precedence. So same precedence ആണെങ്കിൽ എന്ത് ചെക്ക് ചെയ്യണം? Associative. Associative. Here star and star associativity is എന്താണ്? Left. Left ആണെങ്കിൽ less than sir. The two operators are related by using ഏതാണ്? Less than simple. Yes ആണോ? ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ആണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ്. ഇവിടെയാണ് ലെസ് അല്ലേ? റൈറ്റ് ആണെങ്കിലാണ് ലെസ്. ഓക്കെ, similarly plus and plus also has എന്താണ്? same precedence. So we need to check എന്താണ്? associativity of the operator. Here the associativity is എന്താണ്? left ആണ്. So if it is left ആണെങ്കിൽ the two operators are related by using the sign എന്താണ്? ഓക്കെ, അപ്പം ശരിക്കും നമുക്ക് കൂടുതലായിട്ട് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് റൂൾ 2 ആണ്. ഓക്കെ, സോ റൂൾ 2 ക്ലിയർ ആയിരിക്കണം. ബാക്കിയുള്ള കേസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്നിന് പ്രസിഡൻസ് കൂടുതലാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റതിലേക്ക് വരുന്നത്. ബട്ട് സെയിം പ്രസിഡൻസ് ഓപ്പറേറ്റർ വരുമ്പോൾ വി നീഡ് ടു ചെക്ക് എന്താണ്? അസോസിയേറ്റിവിറ്റി ഓഫ് ദ ഓപ്പറേറ്റർ. സോ ഇഫ് ദ അസോസിയേറ്റിവിറ്റി ഓഫ് ദ ഓപ്പറേറ്റർ ഇസ് ലെഫ്റ്റ് ആണെങ്കിൽ ദ ടു ഓപ്പറേറ്റേഴ്സ്, അത് അപ്പുറത്തോ ഇപ്പുറത്തോ എങ്ങനെ വേണമെങ്കിൽ വന്നോട്ടെ, ബട്ട് ദ ടു ഓപ്പറേറ്റേഴ്സ് ആർ റിലേറ്റഡ് ബൈ യൂസിങ് ഗ്രേറ്റർ ദാൻ സൈൻ.
Okay, if it is right associative ആണെങ്കിൽ it is the two operators are related by using less than sign. അത് ഓർത്ത് വയ്ക്കുക. ബാക്കിയുള്ള കേസും പിന്നെ ആ ഓപ്പണിംഗ് ബ്രാക്കറ്റിന്റെ റൂള്, ആ ഓപ്പണിംഗ് ബ്രാക്കറ്റിന്റെ ഒരു പെക്യുലർ റൂളാണ്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ അൺഡിഫൈൻഡ് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഐ ഡി വരില്ല. അതുപോലെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റിന് അൺഡിഫൈൻഡ് ആയിരിക്കും. പിന്നെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഐ ഡി കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ഇത്രയും അൺഡിഫൈൻഡ് ആയിരിക്കും. ഐ ഡി ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഐ ഡി ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഐ ഡി അൺഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് ഒരു ഇൻപുട്ട് ഒന്ന് ഡിറൈവ് ചെയ്യാം. ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി. Okay, check whether the input ID plus ID star ID is accepted or not by using the operator presence table. ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറയും, അതുകൊണ്ട് വേഗം ചെയ്തേ. ID plus ID സ്റ്റാർ ID. Adil, attendance. Adil, Abhijit, present miss. Akshara, present miss. Anjali, Present miss. Anju, okay Anju, and Present miss. Aparna D, Aparna Pratap, Aravind, present. Arav Verghese, Present. Arjun, Present. Vichu, Jeevan, Josephine, Produce. Krishnaraj, sir. Madhav, Present miss. Maria, Present miss. Merlin, Present miss. Ubin, Hafiz, Present miss. Rubin, Najma, Present miss. Naurin, Parvati, Present miss. Sandra, Present miss. Sri Prasad, Present miss. Shruti, okay, present. Vishnu Priya, Present miss. Ajina, Present miss. അഖിൽ നേരത്തെ എവിടെയായിരുന്നു? അഖിലിനെ വിളിച്ചപ്പോ എല്ലാവർക്കും നെറ്റ്വർക്ക് ഇഷ്യൂ. ജോസ്മി, Present miss. ജോസ്മി എവിടെയായിരുന്നു? ജോസ്മി
ഇത് റേഞ്ച് കട്ടായി അയക്കുന്ന 5-6 പ്രാവശ്യം കേറി ഇറങ്ങുക. Okay. Okay, absent is Adil, Abarna Pratap, Bichu, Jeevan, Mubin, Rubin, Naurin. Okay. ചെയ്തായിരുന്നോ നിങ്ങള് പ്രോബ്ലം? ശ്രുതി, ശ്രുതി കേൾക്കാമോ? ഓക്കെ, ചെയ്തായിരുന്നോ പ്രോബ്ലം? കംപ്ലീറ്റ് ചെയ്താ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, വേഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്തേ. അർജുൻ കംപ്ലീറ്റ് ചെയ്താ? ചെയ്തു മിസ്. ഓക്കെ, ഈ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഇൻപുട്ട് വേണോ ചെക്ക് ചെയ്യാൻ? ചിലപ്പോ അത് എറർ എന്ന് പറഞ്ഞ് നിർത്തണോ? എറന്ന് വെച്ച് നിർത്തണം. ചെയ്യുന്ന വരുമ്പോ ഈ മറ്റേ ടേബിൾ ഒരു ക്രോസ് സിമ്പൽ വരുന്നത് അങ്ങനെയാണ്. അതെ അതെ. ഒരു എക്സാമ്പിൾ തരട്ടെ, ട്രൈ ചെയ്യുന്നുണ്ടോ? നേരത്തെ ഉള്ള ടേബിൾ റെഫർ ചെയ്യണേ. മറ്റേ വലുത് വലിയത്. Question B, ID plus ID, opening bracket, ID plus ID, closing bracket, opening bracket. ഒന്നുകൂടെ പറ. 1 second. Okay, so consider an input, opening bracket ID plus ID, closing bracket ID, and check whether this particular input is accepted by the operator precedence table or not. Operator precedence parser or not. ശ്രുതി കംപ്ലീറ്റ് ചെയ്തോ? ശ്രുതി എത്രയും നേരം എടുക്കോ? കംപ്ലീറ്റ് ചെയ്തോ?
ഓക്കെ, ഒന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാമോ? കുഴപ്പമില്ല, ഷെയർ ചെയ്യും, നോക്കാം ഇഷ്യൂസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത്. ക്യാമറ ഓൺ ആക്കിയാൽ മതി. കാണുന്നില്ലല്ലോ, ഒന്ന് സംസാരിച്ചേ. അപ്പൊ പിന്നെ മൈക്കൊന്ന് ഓൺ ചെയ്ത. ഓക്കെ. ലാസ്റ്റ് സ്റ്റെപ്പ് അക്സെപ്റ്റ് ചെയ്തില്ലേ? ഡോളർ ആണെങ്കിൽ ആക്ഷനില് accept. Okay. ശ്രുതി. ഓക്കെ, മറ്റേത് ചെയ്തായിരുന്നോ? അർജുൻ സ്റ്റാർട്ട് ചെയ്തോ നിങ്ങള്? നെക്സ്റ്റ് നിങ്ങളൊന്ന് ചെയ്തോട്ടാ. ഈ ഒരു ഇൻപുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇറ്റ് ഈസ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഐ ഡി പ്ലസ് ഐ ഡി ക്ലോസിംഗ് ബ്രാക്കറ്റ് ഐ ഡി. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇടയ്ക്ക് വെച്ച്. അതായത് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആൻഡ് ഐ ഡി വരുന്ന സമയത്ത് അതിന്റെ കേസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം എന്ത് മാർക്ക് ചെയ്യുക? ആക്ഷനിൽ എറർ എന്ന് മാർക്ക് ചെയ്യുക. ദ ഇൻപുട്ട് ഇസ് നോട്ട് അക്സെപ്റ്റഡ്. ഓക്കെ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതിൽ? ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസറിൽ? ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് LR ഗ്രാമർ നോക്കാം. ഓക്കെ, LR പാസ്. ഓക്കെ, താങ്ക് യു.